സിനിമകൾക്കൊപ്പം അതിലെ വണ്ടികളും മറ്റു വസ്തുക്കളുമെല്ലാം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. നായകന്റെയോ വില്ലന്റെയോ വാഹനത്തിന് പ്രത്യേക ഫാൻ ബേസ് വരെ ഉണ്ടായിട്ടുണ്ട്. സ്പടകത്തിലെ ലോറി, വല്യേട്ടനിലെ ബെൻസ്, പറക്കന്തളയിലെ ബസ് തുടങ്ങിയ വാഹനങ്ങളെല്ലാം വലിയ ഫാൻ ബേസ് ഉള്ളവയാണ്. നായകന്റെ മാത്രമല്ല വില്ലന്റെ വാഹനങ്ങളും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ട്. ജോണി വാക്കർ, സാമിയുടെ കയാർ, ഹൈവേയിലെ ജീപ്പ് തുടങ്ങിയവ അതിന് ഉദാഹരണമാണ്. അത്തരത്തിൽ വില്ലന്മാരുടെ ശ്രദ്ധ നേടിയ മറ്റൊരു കാറുണ്ട്. മോഹൻലാലിനെ നായകനാക്കി സംഗീത് ശിവൻ സംവിധാനം ചെയ്ത നിർണയം എന്ന ചിത്രത്തിലെ വില്ലന്റെ കാർ ആരും മറക്കാനിടയില്ല. ശരത് സക്സേന അവതരിപ്പിച്ച ഇഫ്തി എന്ന കഥാപാത്രം ഉപയോഗിക്കുന്നത് പഴയ കാറായ കാഡിലാക്കാണ്. ഈ കാർ മലയാള സിനിമയ്ക്ക് എത്തുന്നതിനു മുമ്പ് കൈവശം വെച്ചതാകട്ടെ സാക്ഷാൽ ധീരുഭായ് അംബാനിയും. 1985 മോഡൽ കാഡിലാക്ക് ഫ്ലൈറ്റ്വുഡ് ബ്രോഹാം കാർ അമേരിക്കയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്തതായിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവറായ ഈ കാർ അംബാനിയുടെ അടുത്ത് നിന്നും മോഹൻലാലിന്റെ ബന്ധുവും നിർമ്മാതാവുമായ സുരേഷ് ബാലാജി സ്വന്തമാക്കിയിരുന്നു. പിന്നീട് സംഗീത് ശിവന്റെ നിർണയം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വില്ലന്റെ കാറായി തിരഞ്ഞെടുത്തത് സുരേഷിന്റെ കാഡിലാക്കാണ്. മാസ് 2100 എന്ന നമ്പർ പ്ലേറ്റ് കാറിന്റെ വൈഡ് ആംഗിൾ ഷോട്ടും സിനിമയ്ക്കൊപ്പവും ചർച്ചയായി. സിനിമയെ എപ്പോഴൊക്കെ ഇഫ്തിയുടെ കാർ കാണുന്നുണ്ടോ അപ്പോഴെല്ലാം പ്രേക്ഷകർക്ക് വല്ലാത്ത ഭീതി ജനിക്കുന്നുണ്ട്. ആനന്ദ് ഒരുക്കിയ പശ്ചാത്തല സംഗീതം അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മലയാളി ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച കാർ ഏതാണെന്ന് ചോദിച്ചാൽ പലരുടെയും ആദ്യ ഉത്തരം ഈ കാഡിലാക് കാറിൽ തന്നെയായിരിക്കും. അംബാനിയിൽ നിന്ന് സുരേഷ് ബാലാജി സ്വന്തമാക്കിയ ഈ കാർ ഇപ്പോൾ കേരളത്തിലാണ്. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന്റെ ഗ്യാരേജിലാണ് മാസ് 2100 കാർഡിയാക് ക്ലാസിക് വിശ്രമിക്കുന്നത്. കഴിഞ്ഞ വർഷം സുരേഷ് ബാലാജിയിൽ നിന്ന് മോഹൻലാൽ ഈ കാർ സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും വലിയ സമ്പന്നം കൈവശം വെച്ച കാർ ഇന്ന് മലയാളത്തിന്റെ സൂപ്പർ താരം സ്വന്തമാക്കിയിരിക്കുന്നത്.